വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന 2 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആദ്യത്തേത് നമുക്ക് ഏർലി പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന ലെഗ് പെയിനിനെ പറ്റിയിട്ടാണ്, നമ്മുടെ കാലിലുണ്ടാകുന്ന വേദനയെ പറ്റിയിട്ടാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളെ പറ്റി ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന ഓരോ സമയത്തും അത്രയും നല്ലൊരു ആക്ടിവിറ്റിയിലോട്ട് നമ്മുടെ ശരീരം കടക്കുമ്പോഴേക്കും നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും പ്രിയോറിറ്റി കൊടുക്കുന്നതും നമ്മുടെ ആ ഒരു പ്രഗ്നൻസി കംപ്ലീറ്റ് ആയിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളൊരു മാറ്റം നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ കാലിൽ ചിലപ്പോൾ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നമുക്ക്, അല്ലെങ്കിൽ ആ കാൽപാദത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നീരായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് കാലിൽ വേദനയായിട്ടും അനുഭവപ്പെടാം. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്നത് ഒരു 2nd ട്രൈമസ്റ്ററിലോ അല്ലെങ്കിൽ ഒരു 3rd ട്രൈമസ്റ്ററിലോ ആണ്. എന്നാൽ ചുരുക്കം ചില സ്ത്രീകളിൽ ഈ ഒരു കാല് വേദന നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാറുണ്ട്. ഒട്ടുമിക്ക സ്ത്രീകളിലും 2nd ട്രൈമസ്റ്ററിലും 3rd ട്രൈമസ്റ്ററിലും നമ്മുടെ യൂട്രസ് വളരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ വേദന ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ തന്നെ ചില സ്ത്രീകളിൽ മാത്രം നമുക്ക് ഏർലി സ്റ്റേജിലെ ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു പങ്ക് വഹിക്കുന്നത് HCG ഹോർമോണാണ്. ഈ ഒരു HCG ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി കുറച്ചൊന്ന് മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു HCG ഹോർമോണിൻ്റെ അളവൊന്ന് നോർമലായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പോകാറ്. പക്ഷേ ത്രൂ ഔട്ട് നമ്മുടെ ഒരു 9 മന്ത്സ് വരെ നമുക്ക് വേണ്ടുന്നതാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് ഏറെക്കുറെ പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നമുക്ക് ഉണ്ടാകാനായിട്ട് ഒരു പങ്ക് വഹിക്കുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പല സ്ത്രീകളിലും ഈ ഒരു കാലുവേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി ഭാഗത്തോ അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ ഭാഗത്തോ നീര് അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. രണ്ടാമതായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ കുറവ്. നമ്മൾ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്ത് കുഞ്ഞൊന്ന് ഗ്രോ ആകുന്നതിനും കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നതിനും ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നതാണ് കാൽസ്യം. അതുപോലെ തന്നെ അയോണും അതുപോലെ തന്നെ ഫോളിക് ആസിഡും. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസീസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ഇത്തരത്തിലുള്ള കാലിൽ വേദന അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം ഇല്ലാതായിട്ട് വരിക. പ്രഗ്നൻസിയുടെ സമയത്ത് ആ ഒരു എംബ്രിയോ ഗ്രോ ആകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടിയേ തീരൂ. വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മളിൽ ഒരു കാലുവേദന അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ 3 റീസൺസ് ആയിട്ട് പ്രധാനമായിട്ട് നമുക്കൊരു കാലുവേദന ഉണ്ടാകാനായിട്ട് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ഉണ്ടാകാനായിട്ട് കാരണം. പിന്നെ 2nd ട്രൈമസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുവേദന നമുക്ക് കോമൺ ആണ്. കാരണം നമ്മുടെ യൂട്രസ് വളരുന്നതിനനുസരിച്ചിട്ടും അതുപോലെ നമ്മുടെ ശരീരഭാരം കൂടുന്നതിനനുസരിച്ചിട്ടും നമുക്ക് ഈ കാലുവേദന ഉണ്ടാകാം. 2nd ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചൊന്ന് വണ്ണം വയ്ക്കും, കൂടാതെ നമ്മുടെ വയറിനും വണ്ണവും വലിപ്പവും ഒക്കെ വയ്ക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വെയിറ്റ് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലുവേദന അനുഭവപ്പെടാം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗും അതുപോലെ തന്നെ സ്പോമും തമ്മിൽ ജോയിൻ ആയിട്ടുള്ള ആ ഒരു എംബ്രിയോ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു എംബ്രിയോ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച അതിന് വേണമെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് ഇൻക്രീസ് ആകണം. ബ്ലഡ് സർക്കുലേഷനിലൂടെ കുഞ്ഞിനെത്തുന്ന ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും മൂലമാണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആ ഒരു 9 മാസവും കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് കൃത്യമായിട്ടുണ്ടാകണമെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെ ഇൻക്രീസ് ആകേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെ നമ്മുടെ ആ എംബ്രിയോ ഒന്ന് നറിഷ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏർലി പ്രഗ്നൻസിയിൽ തന്നെ, അതായത് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന അവർ ചുമ്മാ ഒന്ന് നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വയറിനൊന്ന് തുടിപ്പ് അനുഭവപ്പെടുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഹാർട്ട് ഒന്ന് മിടിക്കില്ലേ, ഹാർട്ട് മിടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒന്ന് ടെൻഷൻ ആകുമ്പോൾ ഹാർട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് ടക്ക് 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 എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് കിട്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തും ഒരു ബീറ്റ് നമുക്ക് കിട്ടും. ആ ഹാർട്ടിലുണ്ടാകുന്ന ബീറ്റ് പോലെ തന്നെ ഒരു വയറിലുണ്ടാകുന്ന ബീറ്റും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വയറിൽ ബീറ്റിംഗ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എംബ്രിയോയെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിലും എംബ്രിയോയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ യൂട്രസിൻ്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതൽ ഇരട്ടിയായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഹൃദയം കൂടുതൽ ബ്ലഡ് നമ്മുടെ ആ ഒരു യൂട്രസിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴല്ല നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരുന്നതെങ്കിൽ അതിന് നമുക്കൊരു പ്രഗ്നൻസി ആകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ടും സാധിക്കും.
അപ്പോൾ നമുക്കിനി ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു വയറിൻ്റെ ഭാഗത്ത് ഒരു മിടിപ്പ് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു മിടിപ്പ് വരാനായിട്ടുള്ള സാധ്യത കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഫുഡ് ഒന്ന് നിൽക്കുമ്പോഴാണ് പലർക്കും ഈ ഒരു ലക്ഷണം കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്താണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഫീലിങ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വയറ് വലുതാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു സെൻസേഷൻ നമുക്ക് ഏർലി പ്രഗ്നൻസിയിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അതിനുശേഷം മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മറ്റുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഒരുപാട് പേർക്ക് പീരിയഡ്സ് മിസ്സായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുള്ളത്. ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ഫുൾ ആ ഒരു എൻറ്റയർ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ കൂടി തന്നെയും നിങ്ങൾ പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. മിസ്സായതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഫസ്റ്റത്തെ യൂറിൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും നേരം വരെ യൂറിനേറ്റ് ചെയ്യാതിരുന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു യൂറിനിൽ HCGയുടെ കണ്ടൻറ്റ് വളരെയധികം ഉണ്ടാകും. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ യൂറിൻ വെച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ HCG നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടാകും. ആ കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഏത് സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.